കഥയുടെ തുടക്കത്തിൽ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു പെൺകുട്ടിയും അവളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കാണിച്ചുകൊണ്ടാണ്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിക്കാൻ അവർ അവളോട് പറയുന്നു. അങ്ങനെ അവൾ ഒരാഗ്രഹം മനസ്സിൽ വിചാരിച്ച ശേഷം ക്യാൻഡിൽ ഊതിക്കെടുത്തി. എന്നാൽ അവൾ ആ ക്യാൻഡിൽ ഊതിയ ഉടൻ തന്നെ മുറിയിൽ കറണ്ട് പോകുന്നു. ലൈറ്റ് ഓൺ ആയപ്പോൾ അവൾ കണ്ടത് അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും ചലിക്കാൻ കഴിയാതെ ഒരു പ്രതിമയെ പോലെ നിൽക്കുന്നതാണ്. എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാനും പറ്റുന്നുണ്ട്. എന്നാൽ ഒട്ടും ചലിക്കാൻ പറ്റുന്നില്ല. ചുറ്റുമുള്ള ബലൂണുകളെല്ലാം തനിയെ പൊട്ടിപ്പോകുന്നു. ഇതെല്ലാം കൂടി ആയപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ അവർ ടെൻഷൻ ആകാൻ തുടങ്ങി. അപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ വലത് കൈ അവളുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വയം ചലിക്കാൻ തുടങ്ങി. ഏതോ ഒരു അദൃശ്യ ശക്തി അവളുടെ കൈകളെ നിയന്ത്രിക്കുന്നത് പോലെ അവൾക്ക് സ്വന്തം കൈകൊണ്ട് കേക്ക് വാരി കഴിക്കേണ്ടി വരുന്നു. ഇതുകൊണ്ട് പേടിച്ചവർ ആകെ അമ്പരന്നു. ചലിക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്കാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ അവൾക്ക് ആ കേക്ക് മുഴുവൻ കഴിച്ചു തീർക്കേണ്ടി വന്നു. അവൾ ആ കേക്ക് മുഴുവൻ തിന്നു തീർക്കുമ്പോൾ വീണ്ടും ലൈറ്റുകൾ ഓഫ് ആകുന്നു. ലൈറ്റ് ഓൺ ആയപ്പോൾ അവൾ കണ്ട കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. അവൾ കഴിച്ചു തീർത്ത കേക്ക് അതുപോലെ തന്നെ അവളുടെ മുന്നിൽ ഇരിക്കുന്നു. അങ്ങനെ ആ കേക്കും അവൾക്ക് കഴിക്കേണ്ടി വരുന്നു. ഒരുപക്ഷെ അവളുടെ വിഷ് യാഥാർത്ഥ്യമായതായിരിക്കാം ഇത്.